ഹലോ ഗായ്സ്, ഞങ്ങൾ ഇങ്ങനെ വയനാട് വിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. ക്രിസ്മസ് വെക്കേഷനായിട്ട് പോവുകയാണ്. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരും. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ വീണ്ടും പോവുകയാണ്. ഞങ്ങൾ ക്വാർട്ടേഴ്സിന് ഇവിടെ പറഞ്ഞിട്ട് നേരെ റോഡിലോട്ട് കയറി. ഇനി ഒരു വണ്ടി വിളിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ പോകണം. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇനി നിലമ്പൂർ ബസ് തപ്പണം. അങ്ങനെ ഞങ്ങൾ നിലമ്പൂരിലേക്കുള്ള ബസ്സിൽ കയറി ഗൈസ്. പിന്നെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. കണ്ണുറങ്ങപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയുള്ള പണി എന്ന് വെച്ചാൽ സമയം പോകണം. ഇപ്പം 5:15. നമ്മളെ ട്രെയിന് 9:30. അത്ര നേരം നമ്മൾ സമയം തള്ളി കൊണ്ടുപോകണം. ഇനിയുള്ള ടാസ്ക് അതാ. നല്ല വിശപ്പുണ്ട് ഗൈസ്. രാവിലെ 11:30 കഞ്ഞി കുടിച്ചത്. ഇനി വല്ല ഫുഡ് കഴിക്കണം. അതിന് മുമ്പ് ഇവിടെ വെയിറ്റിംഗ് ഏരിയ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മുടെ ലഗേജൊക്കെ അങ്ങ് കൊണ്ട് വയ്ക്കണം. ഹാൾ കണ്ടെത്തി ഗൈസ്. നമ്മളിനി വെയിറ്റിംഗ് ഹാളിലേക്ക് പോവുകയാണ്. ബാഗൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങി. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അതിനുള്ള സ്ഥലം തപ്പണം. ഇനി ഫുഡ് കഴിക്കാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് ഹോട്ടൽ 3 അങ്ങനെ പറയുന്ന ഒരു ഹോട്ടലിലാണ് കയറിയത്. അവിടുത്തെ നല്ല സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ ഫുഡ് കഴിച്ചാൽ മധുരം വേണം. അതിനപ്പുറത്ത് അടയിൽ നിന്നൊരു മഞ്ചും വാങ്ങിച്ച്. ക്രിസ്മസ് ട്രീ എല്ലായിടത്തും പടുത്തുവാണല്ലോ, ക്രിസ്മസ് അല്ലേ. ഇനി ചെന്ന് ലഗേജൊക്കെ എടുത്തിട്ട് വരണം. വെയിറ്റിംഗ് ഹാളിൽ വീണ്ടും ചെന്ന് ലഗേജൊക്കെ എടുത്തിട്ട് വന്നു. അവിടെയും കണ്ടൊരു കുട്ടി ക്രിസ്മസ് ട്രീ. ഇനി ഞങ്ങൾക്ക് സമയം പോകാൻ വേണ്ടി നമ്മൾ യൂട്യൂബിൽ റീൽസ് കാണാമെന്ന് വിചാരിച്ചു ഗൈസ്. തിരപ്പര നടത്തവും കടപ്പും ഇരിപ്പും എല്ലാം കൂടി സമയം എങ്ങനെയെങ്കിലും പോകണം. ട്രെയിനിൽ കയറിയപ്പോഴാണ് അവസാനം ആശ്വാസമായത്. ഉറങ്ങാൻ സമയം 9:30 ആയില്ലേ, കിടക്കാൻ പോവാം. അപ്പം ഇനി നാളെ രാവിലെ കാണാം. ഞങ്ങളങ്ങനെ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ ഒരു 7 മണി അടുപ്പിച്ച് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ ട്രെയിനിൽ വന്ന് കയറി ടാറ്റയൊക്കെ പറഞ്ഞു വിട്ട് ഇനി അപ്പുറത്തെ സ്റ്റേഷനിൽ നമുക്ക് പോകേണ്ട വഴി അവിടെ പോകണം. അങ്ങനെ ഞങ്ങൾ വഴിയിലോട്ട് കയറി ഗൈസ്. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി. ഞങ്ങളങ്ങനെ നെയ്യാറ്റിൻകര എത്തി. ഇനി ഒരു വണ്ടി വിളിച്ചിട്ട് ഓട്ടോ വീട്ടിലോട്ട് പോകണം. 2-3 മാസത്തിന് ശേഷമാണ് വീണ്ടും നാട്ടിലോട്ട് വരുന്നത്. നല്ല സന്തോഷമാണ്. ഞങ്ങൾക്ക് പോയപ്പോഴേ ഒരു ഓട്ടോ കിട്ടി, ഭാഗ്യം. ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ആ ഓട്ടോയിൽ പോയി. ഇങ്ങനെ ഒരു 7:30 ഞങ്ങൾ വീടെത്തി ഗൈസ്. വീടെത്തി. ഞങ്ങൾ എൻ്റെ അനിയത്തി ഓടിച്ചൊന്ന് ലക്കിനെ കെട്ടിപ്പിടിച്ച് അവളോട് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ ഈ പാണ്ടുപ്പെണ്ണിനെ കാണാൻ പോയി ഗൈസ്. ചട്ടമ്പിയാ. ഞങ്ങളുടെ വീടെത്തി. സന്തോഷം. വീട്ടിൽ ഓരോ ദിവസം ഓരോ വീഡിയോയിൽ ഓരോ വിശേഷമായിട്ടിടാം. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കും. ബൈ.